കൊല്ലം ബീച്ചിൽ കള്ളക്കടൽ പ്രതിഭാസം. ശക്തമായ തീരത്തേക്ക് അടിച്ചു കയറി. രാത്രിയിലും ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നതായി ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. കൊല്ലം ബീച്ചിൽ നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്, എന്താണ് ബീച്ചിലെ ഈ കള്ളക്കടൽ പ്രതിഭാസം? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഈ കൊല്ലം ബീച്ചിന് സമീപത്തെ ഈ കടൽ അത് പൂർണ്ണമായും ഈ കരയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ തീരത്ത് ഈ കടൽ ഭിത്തി അടക്കം നിർമ്മിച്ച് ഇതിന്റെ തീരവും റോഡും സുരക്ഷിതമാക്കുന്ന ഭാഗത്തടക്കം ഇപ്പോഴും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്. പല മേഖലയിലും കാക്കത്തോപ്പടക്കമുള്ള കൊല്ലത്തിന്റെ ഈ മേഖല, തീരദേശ മേഖലയിലടക്കം വലിയ തോതിൽ കടൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് നിലവിൽ ഇതിനെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്ര സമീപകാലത്ത് തുടർച്ചയായി ഇത്തരം രീതിയിൽ കടലിങ്ങനെ കയറുന്നത് വലിയ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ. ഇന്നലെ എത്ര മണിയോടെയാണ് സംഭവം? 1 മണിയോടെയായിരുന്നു കടലേറിയത്. രൂക്ഷമായ രീതിയിൽ വരികയായിരുന്നു. ഇതുവരെയും കയറിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി പുറത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ ഈ കടപ്പുറത്ത് കിടന്ന് ഉറങ്ങാം. വിശാലമായിട്ട് ഇവിടെ കിടന്ന് നമുക്ക് ഉറങ്ങാം. ഉറങ്ങി കിടന്ന സമയത്ത് രാത്രി വന്ന് കയറി എന്ത് ചെയ്യും? കയ്യിലിരുന്ന മൊബൈലും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ആൾക്കാരിലേക്ക് കിടന്ന് ഉരുണ്ട് കളിച്ച് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ട് ആൾക്കാരിലെ ഇപ്പൊ തുടർച്ചയായിട്ടുണ്ടാവുന്നുണ്ടല്ലേ? ഇല്ല, തുടർച്ചയില്ല. കഴിഞ്ഞ മാസം അത് ഉണ്ടായുള്ളൂ. ഇത് 2004 ഡിസംബർ മാസത്തിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്നലെയൊക്കെ കടല് സ്വാഭാവികമായി ശാന്തമായിരുന്നു. രാത്രിയോടെ ഇവിടെ കമ്പോല ജോലി ചെയ്ത് കമ്പോല വിട്ട് പണിയൊക്കെ ചെയ്ത് ശാന്തമായിരുന്നത് ഇന്ന് രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ കാണാം. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്ന കൊല്ലം ബീച്ചാണ്. ഈ ബീച്ചിൽ സ്വാഭാവികമായും ലൈഫ് ഗാർഡിന്റെ അടക്കം സേവനം പലപ്പോഴും അത്ര കാര്യക്ഷമമായി ഉണ്ടാകാറില്ല. ഈ ബീച്ചിന്റെ ഭാഗത്ത് എപ്പോഴും ഈ സഞ്ചാരികളടക്കം എത്തി ഈ കടലിലേക്ക് ഇറങ്ങുന്നതാണ്. അവിടെയാണ് ഇത്തരം ഒരു അപ്രതീക്ഷിതമായി കടൽ കയറിയത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. വിഷയത്തിൽ എന്തായാലും ഈ പരിശോധനയും അന്വേഷണം അടക്കം വേണമെന്നുള്ളതാണ് ഈ തീരദേശവാസികൾ പറയുന്നത്. കാരണം ഡിസംബർ മാസത്തിൽ ഇത്തരം ഒരു രീതിയിൽ കടൽ കയറുന്ന രീതിയില്ല. സുനാമി കാലത്ത് മാത്രമാണ് കടൽ ഏതെങ്കിലും തരത്തിൽ ഇത്ര പ്രക്ഷുബ്ധമായി ഉള്ളിലേക്ക് വരികയും അടക്കം ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു. അരുൺ രാജാണ് കൊല്ലം ബീച്ചിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.